Hello, all. I welcome you all to the second episode of Editorial Decoded. Before going to the editorial, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ സജഷൻസും അതായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കണ്ടപ്പോൾ I will try to make it more better and more understandable in the future. ഇന്ന് നമ്മൾ എടുക്കുന്ന ആർട്ടിക്കിൾ ഡീലിമിറ്റേഷൻ ആഫ്റ്റർ 2027 റീഡ്രോയിങ് പവർ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. It was written by S.Y. Qureshi. Sir is one of the prolific writer and is also the former Chief Election Commission. ഇതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഡീലിമിറ്റേഷൻ എന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. ഡീലിമിറ്റേഷൻ മീൻസ് മണ്ഡല പുനർനിർണയമാണ്. മണ്ഡല പുനർനിർണയം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ജോഗ്രഫിക്കൽ ബേസ്ഡ് ബൗണ്ടറീസ് എലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് എലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യനെ നമ്മൾ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് നമ്മൾ അവസാനം നമ്മൾ അതിന് എൻഡായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫർദർ നമ്മളെ അത് MP എലക്ഷൻ ആകുമ്പോൾ MLA എലക്ഷനെ സംബന്ധിച്ചോളം നമ്മൾ ഫർദർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് സംസ്ഥാനത്തിൻ്റെ അകത്ത് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഫോർ കോണ്ടെക്സ്റ്റ് നമ്മൾ നമ്മുടെ കേരളത്തിലെ നമ്മൾ MLA കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് 140 എന്നാണ് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ നിർണ്ണയിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ടത്, ഡീലിമിറ്റേഷൻ എന്ന പ്രോസസ്സ്. Now, what is the history of delimitation in India? But before going to the history also, what is the constitutional backing for the same? Article 82 and Article 170 of the Indian Constitution പറയുന്നത് after every census എന്ത് carry out ചെയ്യണം, delimitation carry out ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ മണ്ഡല പുനർനിർണയം carry out ചെയ്യണം എന്നാണ് പറയുന്നത്. Constitution is reasonably asking hence ഒരു 10 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു delimitation carry out ചെയ്യണം എന്നുള്ളത്. On that basis 1952 ആദ്യത്തെ delimitation നടക്കുകയും 1960s വീണ്ടും ഒരു delimitation നടക്കുകയും 1970s വീണ്ടും ഒരു ഡീലിമിറ്റേഷൻ, 3 ഡീലിമിറ്റേഷൻ നടക്കുകയാണ് ചെയ്തത്. 1970s ആയപ്പോഴത്തേക്കും ഇന്ത്യൻ പോപ്പുലേഷൻ പിരമിഡ് ഫേസ് ചെയ്തൊരു വലിയ പ്രോബ്ലം ആണ് ഡൈവർജൻസുകൾ വരാൻ തുടങ്ങി എന്നുള്ളത്. അതായത് നമ്മുടെ നോർത്തിലുള്ള പോപ്പുലേഷൻ ഒരേ സമയത്ത് ഇൻക്രീസ് ആവുകയും സൗത്തിൽ പോപ്പുലേഷൻ കൺട്രോൾ കാരണം ഒരു ഡിഫറൻഷ്യലി കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അതേ കണ്ടീഷനിലാണ് നമ്മൾ തീരുമാനിച്ചത് 42ാം ഭേദഗതി പ്രകാരം നമ്മൾ ഡീലിമിറ്റേഷൻ എന്ത് ചെയ്യാൻ പോവാണ്, ഫ്രീസ് ചെയ്യാൻ പോവാണ് 2000 വർഷം വരെ, 2000 ആണ്ട് വരെ. അങ്ങനെ 2000 എത്തിയപ്പോഴും 2000s എത്തിയപ്പോഴും ദ സെയിം സിറ്റുവേഷൻ ബിക്കേം മോർ സ്റ്റാർക്ക് ഇൻ നേച്ചർ. ഇൻ എ വേ നമ്മുടെ ഡീലിമിറ്റേഷൻ കുറേയും കൂടെ ടഫർ ആയി വന്നത്. കാരണം പോപ്പുലേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് സൗത്ത് വീണ്ടും ഡിഫറൻ്റ് ആയി, വീണ്ടും ഡൈവേർജ് ആയി. ആൻഡ് ഇൻ ദാറ്റ് കേസ് നമ്മൾ തീരുമാനിച്ചു 84ാം ഭേദഗതി പ്രകാരം നമ്മൾ 2026 വരെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഫ്രീസ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഇൻ എ വേ നമ്മൾ 42nd അമെൻമെൻറ്റും 84th അമെൻമെൻറ്റും പ്രകാരം നമ്മൾ 2026 വരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസീസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഫ്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 2001 തീരുമാനിച്ച സെൻസസ് പ്രകാരം 2002 തൊട്ട് 2008 വരെ നമ്മൾ മണ്ഡലങ്ങളെ പോപ്പുലേഷൻ ബേസ് ഒന്നും മാറ്റാതെ, നമ്പർ ഓഫ് സീറ്റ്സ് ഒന്നും മാറ്റാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പോപ്പുലേഷൻ്റെ ബൗണ്ടറീസിനെ ഒന്ന് മാറ്റി വരച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ചെയ്ത 4 ഡീലിമിറ്റേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ നമ്പർ ഓഫ് സീറ്റ്സ് തീരുമാനിച്ചിട്ടുള്ളത് 1971 സെൻസസിനെ ബേസ് ചെയ്തിട്ടാണ്. അവസാനമായി ഡീലിമിറ്റേഷൻ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനെ റീഡ്രോ ചെയ്തിട്ടുള്ള 2001 സെൻസസിനെ ബേസ് ചെയ്തിട്ടുമാണ്. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ. അപ്പോൾ ദ ക്വസ്റ്റ്യൻ റൈറ്റ് നൗ, നമ്മൾ എന്തിന് എഡിറ്റോറിയൽ ഇപ്പോൾ വായിക്കുന്നു എന്നുള്ളതാണ്. എഡിറ്റോറിയൽ വായിക്കുന്നത് 2026 ആയി, നമ്മൾ ഈ അടുത്ത ഡീലിമിറ്റേഷൻ ഫ്രീസിങ് കഴിയുന്നു, അടുത്ത ഡീലിമിറ്റേഷനിൽ നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവാണ്. റൈറ്റ്ലി നമ്മുടെ സെൻസസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. 2028-29 ആകുമ്പോൾ സെൻസസിന്റെ പ്രോസസ്സ് അവസാനിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ ഡീലിമിറ്റേഷനിലേക്ക് വരുവാണ് ചെയ്യുന്നത്. നൗ അഗെയിൻ ഫസ്റ്റ് സർ ഇതിൽ പറയുന്നത് ആ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞത് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം എന്താണ് ഈ കോംപ്ലക്സിറ്റി അറൌണ്ട് ദി നമ്പേഴ്സ് എന്നുള്ളത്. സി ഫസ്റ്റ് ഓഫ് ഓൾ സർ ഇസ് ട്രൈങ് ടു സേ അബൌട്ട് ദി മോറൽ പാരഡോക്സ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഡീലിമിറ്റേഷൻ ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത്. സി അവർ സ്റ്റേറ്റഡ് എയിം വാസ് നമ്മൾ പോപ്പുലേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. പോപ്പുലേഷൻ കുറച്ച സദേൺ സ്റ്റേറ്റ്സ് അപ്പോൾ അതിലൊരു നല്ല കാര്യം ചെയ്യുകയും നോർത്തേൺ സ്റ്റേറ്റ്സ് അത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു മോറൽ പാരഡോക്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്സ്, അതായത് പോപ്പുലേഷൻ കുറച്ച സ്റ്റേറ്റ്സിന് ഓബ്വിയസ്ലി സീറ്റ് അലോക്കേഷനും കുറഞ്ഞു വരികയാണ് ചെയ്യുക. എന്നാൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാതിരുന്ന സ്റ്റേറ്റ്സിന് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്ന
വരുന്ന സ്റ്റേറ്റ്സിന് കൂടുതൽ സീറ്റ് അലോക്കേഷൻ പോവുകയും ചെയ്യും. അപ്പം പോപ്പുലേഷൻ കുറഞ്ഞ കാരണം ഡിസിൻസെന്റിവൈസ് ആവുന്ന ഒരു സിനാരിയോ എന്ത് ചെയ്യാണ്, ഈ ഒരു സിനാരിയോയിലൂടെ എന്ത് ചെയ്യാണ് ഉണ്ടാവുകയാണ്. അതാണ് സാർ ഇതിൽ എക്സാക്ട്ലി ഒരു മോറൽ പാരഡോക്സ് ആയിട്ട് എന്ത് ചെയ്യുന്നത് മെൻഷൻ ചെയ്ത് പോകുന്നത്. അതായത് നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ടിയിരുന്ന സംസ്ഥാനങ്ങൾ കൺട്രോൾ ചെയ്യാത്തത് കാരണം ഫോർ എ റോങ് റീസൺ അവർക്ക് കൂടുതൽ നമ്പർ ഓഫ് സീറ്റ്സ് കിട്ടുകയാണ്. എന്നാൽ കൺട്രോൾ ചെയ്ത സ്റ്റേറ്റ്സിന് എന്ത് കിട്ടുകയാണ്, കുറഞ്ഞ സീറ്റ്സും കിട്ടുകയാണ്. ഇറ്റ് ഹാസ് ടു ബി റൗണ്ട് ദ വേ, ബട്ട് എന്താണ് ഐറോണിക്കലി അത് തിരിച്ചു വരുന്ന ഒരു സിനാരിയോ ഉണ്ടാവാം. ഇതാണ് സാർ കോംപ്ലക്സിറ്റി അറൌണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് മോറൽ പാരഡോക്സിന്റെ രൂപത്തിൽ എന്ത് ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ഈ ഒരു സിനാരിയോ നിലനിൽക്കുമ്പോൾ ഈ ആർട്ടിക്കിളുടെ ഒരു ക്രക്സ് അല്ലെങ്കിൽ ലൈഫ് കിടക്കുന്നത് സാർ മെൻഷൻ ചെയ്യുന്ന ഓപ്ഷൻസിലാണ്. 6 ഓപ്ഷൻസ് ആണ് സാർ ഇതിൽ ഫ്രണ്ടിൽ വെക്കുന്നത്. ഫസ്റ്റ് സാർ പറയുന്നത് എക്സ്റ്റെൻഡ് ദി കറന്റ് ഫ്രീസ് ബിയോണ്ട് 2026. അതായത് കൺസിഡറിങ് ദി വോളറ്റൈൽ സിനാരിയോ, അതായത് ഇപ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ട് സിനാരിയോ ആണ്, നമ്മൾ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നോർത്തേൺ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും, സദേൺ സംസ്ഥാനങ്ങൾ കുറച്ച് കുറക്കേണ്ടി വരും. ദാറ്റ് വുഡ് ഇവൻച്വലി ലീഡ് ടു എ നോർത്ത് സൗത്ത് ഡിബേറ്റ്. അപ്പോൾ സാറ് പറയുന്ന ഒരു സാധനമാണ് നമ്മൾ ലെറ്റ്സ് എന്ത് ചെയ്യാം, നമ്മൾ ലെറ്റ്സ് എക്സ്റ്റെൻഡ് ദി ഫ്രീസ് ബിയോണ്ട് 2026. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത്. ബട്ട് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ക്ലിയർ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 14. എന്തുകൊണ്ടാണ് ഈ ഡീലിമിറ്റേഷൻ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1 നേഷൻ 1 പേഴ്സൺ 1 വോട്ട് 1 വാല്യൂ എന്നുള്ളതാണ്. ഒരു ആളുടെ വോട്ടിന് എന്തായിരിക്കണം, ഒരു വാല്യൂ ആയിരിക്കണം. ബട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും സദേൺ സ്റ്റേറ്റ്സിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീസിങ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വോട്ട് വാല്യൂ കൂടുതലായിരിക്കും വെൻ കമ്പയർ ടു നോർത്തേൺ സ്റ്റേറ്റ്സ്. എങ്ങനെയാണ് അത് സംഭവിക്കുക? കാരണം കുറഞ്ഞ പോപ്പുലേഷന് ഒരു MP റെപ്രസെന്റ് ചെയ്ത് കുറഞ്ഞ പോപ്പുലേഷൻ ആയിരിക്കും. നോർത്തേൺ സ്റ്റേറ്റ്സിൽ ഒരുപാട് പോപ്പുലേഷൻ റെപ്രസെന്റ് ഒരു MP ഉണ്ടാവുള്ളൂ. സോ ഇറ്റ് ഡൈല്യൂട്ട്സ് ദ വെരി പ്രിൻസിപ്പിൾ ഓഫ് 1 പേഴ്സൺ 1 വോട്ട് 1 വാല്യൂ. thereby പൊളിറ്റിക്കൽ ഇക്വാലിറ്റി എന്നുള്ള നോം എന്ത് ചെയ്യപ്പെടാണ്, എഫക്ട് ചെയ്യപ്പെടാണ്. ദാറ്റ് ഡയറക്ട്ലി ഹിഞ്ചസ് അപ്പോൺ ദി ആർട്ടിക്കിൾ 14. സോ ഐ തിങ്ക് അതൊരു ഓപ്ഷൻ ആയിട്ട് വെച്ചെങ്കിലും അതെന്തായിരിക്കണം എന്നില്ല, ഒരു വയബിൾ ഓപ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഡയറക്ട്ലി ഇൻഫ്രിഞ്ചസ് അപ്പോൺ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്ട്സ് ഓഫ് ആർട്ടിക്കിൾ 14 ആൻഡ് ആർട്ടിക്കിൾ ഫർദർ ഇക്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്. സെക്കൻഡ് പറയുന്നത് നമുക്ക് പോപ്പുലേഷൻ വെച്ച് തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ലോക്സഭയിലുള്ളത് 543 നിന്ന് 758 ആവും, 880 ഒക്കെ വരെ ആവാം. ഓക്കെ, ബട്ട് ഇവിടെ നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പോപ്പുലേഷൻ ബേസ് കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ അടുത്ത ഇഷ്യൂ വരുന്നത്. അങ്ങനെ നമ്മൾ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട് മാത്രം കൊടുത്താൽ നോർത്തേൺ സ്റ്റേറ്റ്സിന് ഒരുപാട് സീറ്റ് കിട്ടുകയും സദേൺ സ്റ്റേറ്റ്സിന് എന്ത് തോന്നും, അതിലൊരു ഒരു ഡിഫറൻസ് തോന്നുകയും അതൊരു നോർത്ത് സൗത്ത് ഡിവൈഡിലേക്ക് പോകാം. അതല്ലാതെ തന്നെ മുകളിൽ പറഞ്ഞ മോറൽ പാരഡോക്സും എന്താണ്, അതിനുള്ള ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കണക്കാക്കാൻ പറ്റും. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ വാസ് ലെറ്റ്സ് കണ്ടിന്യൂ ദി ഫ്രീസ്. സെക്കൻഡ് ഓപ്ഷൻ വാസ് ലെറ്റ്സ് എക്സ്പാൻഡ് ദി ലോക്സഭ സീറ്റ് ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ. Now, third one is a brilliant idea. Let's give a weightage formula. Weighted formula എങ്ങനെയാണ്? 80% let's give it for population, 20% for development indicators. Thereby നമ്മൾ ഇവിടെ എന്താണ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നോർത്തിന്റെയും സൗത്തിന്റെയും ഇൻട്രസ്റ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മളിവിടെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വികസിത രാജ്യങ്ങളിൽ ഒരുപാട് മുമ്പ് EUയിലൊക്കെ നമ്മൾ കണ്ടു വളർന്നൊരു സെപ്പറേറ്റ് ഫോർമുല ഉണ്ട്, കാംബ്രിഡ്ജ് ഫോർമുല എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഇതിന്റെ ഒരു മോഡലാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവല്യൂഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. That is also one way in we can solve the problem as said by S.Y. Qureshi. Sir, fourth നമുക്ക് പറയുന്നത് രാജ്യസഭയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള, and this is a brilliant argument actually. ഇന്ന് രാജ്യസഭ, one of the argument is നമുക്ക് രാജ്യസഭയിൽ നമുക്ക് എന്ത് ചെയ്യാം, സീറ്റ്സ് കോമ്പൻസേഷൻ ആയിട്ട് ആർക്ക് കൊടുക്കാം, സദേൺ സ്റ്റേറ്റ്സിന് കൊടുക്കാം എന്നുള്ളത്. And one of the main factors sir is maintaining is telling about is ദി ഡൊമിസൈൽ ക്രൈറ്റീരിയ. 2003 ശേഷം നമ്മൾ ഈ ഡൊമിസൈൽ ക്രൈറ്റീരിയ ഫോർ രാജ്യസഭ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ അതാത് സംസ്ഥാനങ്ങളിൽ ഒരാളാവണം എന്ന് നിർബന്ധമില്ല. അത് കാരണം എന്ത് സംഭവിക്കുന്നു, ഇൻ എ വേ ഡൈല്യൂഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്സ് പവർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ആ ഫെഡറൽ ആസ്പെക്ട് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, അപ്പൊ ഇൻ എ വേ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഡൊമിസൈൽ ക്രൈറ്റീരിയ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കൊടുക്കാം. ദെയർബൈ ഇൻക്രീസിങ് ഇൻ എ വേ ക്വാളിറ്റേറ്റീവ്ലി ആ സ്റ്റേറ്റിന്റെ
പവർ റെപ്രസെൻറ്റേഷൻ എന്താവാണ് ഒന്നും കൂടെ ബൂസ്റ്റ് ആവാണ്. രണ്ട് സാറ് മെൻഷൻ ചെയ്തൊരു സാധനം അമേരിക്കൻ മോഡൽ വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. അമേരിക്കൻ മോഡൽ ഓഫ് സെനറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ സ്റ്റേറ്റ് ആണെങ്കിലും എത്ര ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും അതിന് എത്രയായിരിക്കും, 2 സീറ്റ് ആയിരിക്കും. കാലിഫോർണിയ ആയാലും നാളെ ടെക്സസ് ആയാലും അവർക്ക് 2 സീറ്റ് ആയിരിക്കും. എത്ര പോപ്പുലേഷൻ ഉണ്ടോ ക്രൈറ്റീരിയ ഇല്ല. സിമിലർലി നമുക്ക് വേണമെങ്കിൽ അമേരിക്കൻ മോഡൽ അഡോപ്റ്റ് ചെയ്യാം. ബട്ട് സർ ഇസ് ഓൾസോ പ്രിസ്ക്രൈബിംഗ് വൺ ബ്രില്യൻറ്റ് ഐഡിയ. ലെറ്റ്സ് ഡിവൈഡ് ദി സ്റ്റേറ്റ്സ് ഇൻ ടു 3: ലാർജ് സ്റ്റേറ്റ്സ്, മിഡിൽ സ്റ്റേറ്റ്സ് ആൻഡ് സ്മോളർ സ്റ്റേറ്റ്സ്. അപ്പോൾ ലാർജ് സ്റ്റേറ്റ്സിന്റെ ക്രൈറ്റീരിയയിൽ വന്ന സ്റ്റേറ്റ്സിന് ഒരു ഇന്ന നമ്പർ ഓഫ് സീറ്റ്സ്, ലെറ്റ്സ് സേ 3 സീറ്റ്സ് ആയിരിക്കും. മിഡിൽ സ്റ്റേറ്റ്സ് ആണെങ്കിൽ അവർക്ക് നമ്പർ ഓഫ് സീറ്റ്സ് 2 ആയിരിക്കും. സ്മോൾ സ്റ്റേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 3 നമ്പർ. അത് കുറേ കൂടെ റീസണബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പ്രോബ്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. Now, the fifth one is കുറെ കൂടെ റാഡിക്കൽ ആണ്. ലെറ്റ്സ് ഡിവൈഡ് ദി നോർത്തേൺ സ്റ്റേറ്റ്സ് ഇൻ ടു ഫർദർ സ്റ്റേറ്റ്സ്. സാർ അതിന് കൊടുക്കുന്ന ഒരു ആർഗ്യുമെന്റും ബ്രില്യൻ്റ് ആണ്. എയ്തർ വേ നിങ്ങൾ ഉത്തർപ്രദേശിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉത്തരാഖണ്ഡ് ഡെവലപ്പ് ചെയ്തത്, മധ്യപ്രദേശിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഛത്തീസ്ഗഡ് ഡിവൈഡ് ചെയ്തത്. ദെൻ ഫോർ ദി പർപ്പസ് ഓഫ് ഡീലിമിറ്റേഷൻ വൈ അഗെയിൻ ഡിവൈഡ് ഇറ്റ്? ഫോർ എക്സാമ്പിൾ പൂർവാഞ്ചലിന് വേണ്ടിയിട്ട് ഒരുപാട് നാളായിട്ട് കോൾ ഉണ്ട്, ബുന്ദേൽഖണ്ഡിന് വേണ്ടിയിട്ട് ഒരുപാട് നാളെ കോൾ ഉണ്ട്. വൈ ഡോണ്ട് വി ഡിവൈഡ് ഇറ്റ് ഇൻ ടു different states? But I think it is impractical in nature because considering the administrative aspects ഒക്കെ നോക്കുമ്പോഴത്തേക്കും കുറേയും കൂടെ പാൻഡോറാസ് ബോക്സ് തുറക്കുന്ന ഒരു സിനാരിയോ എന്തുണ്ടാവും. ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഡസൻറ്റ് മാറ്റർ. ദ സിക്സ്ത് വൺ ഇസ് നമ്മൾ ഈ ഡീലിമിറ്റേഷൻ തന്നെ നമുക്ക് 2 ഇലക്ഷൻ സൈക്കിൾസിലായിട്ട് ക്യാരി ആവട്ടെ. നമ്മൾ 2034 ഇലക്ഷൻ സൈക്കിളും 2039 ഇലക്ഷൻ 2 സൈക്കിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാനുള്ളത്. അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഇതിൽ ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ ജസ്റ്റ് റിപ്പീറ്റ് ദ 6 ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് us. 1 നമുക്ക് കറണ്ട് ഫ്രീസിനെ കണ്ടിന്യൂ ചെയ്യാം. 2 നമുക്ക് പോപ്പുലേഷനെ ബേസ് ചെയ്ത് റാൻഡം ആയിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. 3 നമുക്ക് വെയ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമുല ക്യാരി ഔട്ട് ചെയ്യാം. ദാറ്റ്സ് ഗുഡ് ഐഡിയ, ദാറ്റ്സ് എ പ്രാക്ടിക്കൽ ഐഡിയ. 4 നമുക്ക് രാജ്യസഭയെ സ്ട്രെങ്തൻ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് 5ാമത്തെ നമുക്ക് സ്റ്റേറ്റ്സിനെ ഫെർദർ റിവൈഡ് ചെയ്യാം. 6th നമുക്ക് ഫേസ്ഡ് ആയിട്ടുള്ള റീഡിസ്ട്രിബ്യൂഷൻ ക്യാരി ഔട്ട് ചെയ്യാം. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് 3 and 4 കമ്പൈൻ ചെയ്യാന്നുള്ളതാണ്. വെയ്റ്റഡ് ആയിട്ടുള്ള ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, കേംബ്രിഡ്ജ് ഫോർമുല അതിനൊരു നല്ല ഇതാണ്. അതിൻ്റെ ഒരു മോഡൽ, ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് സീറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇൻഡിക്കേറ്ററിനെ ബേസ് ചെയ്ത് മാത്രമല്ല, പല പല ഇൻഡിക്കേറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ അലോക്കേറ്റ് ചെയ്യാം. 2 നമുക്ക് രാജ്യസഭയെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ്. ഈ കുറഞ്ഞു വരുന്ന സീറ്റ്സ്, ഫോർ എക്സാമ്പിൾ സദേൺ സംസ്ഥാനങ്ങൾക്ക് കുറഞ്ഞു വരുന്ന സീറ്റ്സിനെ നമുക്ക് എവിടെ അലോക്കേറ്റ് ചെയ്യാം, രാജ്യസഭയിൽ അലോക്കേറ്റ് ചെയ്ത് ആ ഫെഡറൽ ചേംബറിനെ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ്. Either way, sir is giving a brilliant argument to end this. See, I love this line actually. The census will measure India's population, but delimitation will measure India's democracy. I know it's a very tight situation. North South ഡിബേറ്റുകളെയും അതുപോലെ തന്നെ ഒരേ സമയത്ത് നമ്മൾ ഫെഡറലിസത്തിനെയും ബാലൻസ് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പിരിറ്റ് ആയിട്ടുള്ള ഫ്രെറ്റേർണിറ്റീനെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബാലൻസ് ചെയ്യണം. ഇറ്റ്സ് ആക്ച്വലി ടൈറ്റ് റോപ്പ്. ആ ടൈറ്റ് റോപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, നമ്മുടെ ഡെമോക്രസിയുടെ സ്ട്രെങ്ത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, നമ്മൾ വാക്ക് ചെയ്തിട്ടുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കോംപ്രമൈസുകളും എന്തൊക്കെ പ്ലാറ്റ്ഫോംസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ പോലെയുള്ള, സോണൽ കൗൺസിലുകൾ പോലെയുള്ള കൗൺസിലുകളെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അവിടെ ടോക്സ് നടത്തിക്കൊണ്ട് ഒരു അമിക്കബിൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് മോഡലുള്ള ഒരു ഫെഡറലിസത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൊല്യൂഷൻ റീച്ച് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി എസ് വൈ ഖുറൈഷി സർ പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്, ലെറ്റ്സ് ബ്രിങ് ഇൻ എക്സ്പേർട്സ്, more and more experts to delimitation commission for carrying out that. As the final note, എനിക്ക് ഈ ആർട്ടിക്കിളിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ delimitation would be the measure of India's democracy, and that's very true. It can be either അത് ഒരു ഡെമസൽ സോഡ് പോലെയാണ്. അത് ഏകദേശം നമുക്ക് എന്ത് പറയാം, ഒരു വളരെ മോശപ്പെട്ട സിറ്റുവേഷനിലേക്കും പോവാം, എന്നാൽ ഇന്ത്യൻ ഡെമോക്രസീനെ ഹയർ സ്റ്റാൻഡേർഡ്സിലേക്ക് ഉയർത്തുന്ന ഒരു ആസ്പെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്കാക്കാൻ പറ്റും. ആസ് എൻ എൻഡിങ് നോഷൻ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യൻ ഡെമോക്രസി ഹാസ് വാക്ക്ഡ് ത്രൂ thousands of such scenarios. നമുക്കറിയാം, എമർജൻസി പോലെ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, ഫെഡറലിസത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, ജുഡീഷ്യൽ പവേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ്സ് അബൌട്ട് ദാറ്റ് ഡെലിബറേഷൻ, ഇറ്റ്സ് അബൌട്ട് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ദി ഡിസ്കഷൻസ് ദാറ്റ് വി ടേക്ക് പ്ലേസ്. അതായിരിക്കണം അതിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് കോമ്പാക്റ്റീവ് ഒരു ഫെഡറലിസം മോഡലിലേക്ക് നമ്മൾ പോകുന്ന ഒരു സിനാരിയോ ഉണ്ടാവാൻ പാടില്ല.
That's what SY Qureshi sir is also either prescribing. So I think the solution from the UPSC perspective would be to give a weightage formula and strengthen the Rajya Sabha. That's all about delimitation that you need to know. I want you also to comment on the comment section. What is the prospective solution? Give brilliant ideas on how we can solve this problem as a common citizen. Maybe the best ideas are grown from the simplest minds. So നിങ്ങളുടെ ഐഡിയാസും അതിലേക്ക് പോറും ചെയ്യാം, നിങ്ങളുടെ തോട്ട്സും ഇതിലേക്ക് പോറും ചെയ്യാം. ആൻഡ് വൺസ് അഗൈൻ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ആ സ്നേഹവും അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇനീഷ്യേറ്റീവിനോട്. I hope you would share this initiative and also share the same amount of love and comment also about the initiative and anything that we need to change about, etc. We'll come back after a couple of days with another beautiful article dealing with multiple dimensions. I wish you all the best. Thank you. Gallant IAS, chasing your passion to ace.